ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ഏപ്രിൽ 12 വിശുദ്ധ സെനോ മെത്രാന്റെ തിരുനാൾ. 362 മെത്രാനായ സെനോ വിശുദ്ധ അംബ്രോസിന്റെ സമകാലികനാണ്. സെനോ പ്രസംഗം വഴി എല്ലാ വർഷവും അനേകം വിജാതീയരെയും ആര്യൻ പാഷണ്ഡികളെയും ജ്ഞാനസ്നാനപ്പെടുത്തിയിരുന്നു. കോൺസ്റ്റന്റൈൻ, വാലൻസ് എന്നീ ചക്രവർത്തിമാരുടെ പിന്തുണ പാഷാണ്ഡികൾക്ക് ഉണ്ടായിട്ടും ബിഷപ്പ് സെനോയ്ക്ക് അനേകരെ മാനസാന്തരപ്പെടുത്താൻ കഴിഞ്ഞു. ദരിദ്ര ജീവിതം വഴി പണമുണ്ടാക്കി ദരിദ്രരെ സഹായത്തിന് വിനിയോഗിച്ചു. അടിമകളെ സ്വതന്ത്രരാക്കാൻ നിർലോഭം സഹായിച്ചതും ശ്രദ്ധേയമാണ്. വിശുദ്ധരുടെ ഖബറിടങ്ങളിൽ നടത്തിയിരുന്ന സ്നേഹവിരുന്ന് അമിതമായ മദ്യപാനത്തിനും മായാസ്തുതിക്കും കാരണമാകുന്നുണ്ടെന്ന് കണ്ട് സെനോ അത് നിരുത്സാഹപ്പെടുത്തി. അങ്ങനെ ആ ആചാരം ഇല്ലാതായി. മരണാനന്തര ശുശ്രൂഷകളോട് അനുബന്ധിച്ച് നടന്നുവന്ന അമിതമായ വിലാപം ബിഷപ്പ് സെനോ നിർത്തി. സ്വന്തം അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി സെനോ എഴുതിയ ഈ വാക്കുകൾ എല്ലാ തലമുറയ്ക്കും പ്രചോദനമേകുന്നു. എല്ലാ പുണ്യങ്ങളുടെയും രാജ്ഞിയായ ക്ഷമയെ, നിന്റെ സ്തുതികൾ പാടാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു. വാക്കാലല്ല, എൻ്റെ ജീവിതത്താലും പ്രവർത്തനങ്ങളാലും അങ്ങ് കന്യാത്വത്തിൻ്റെ തുണയാണ്. വിധവകൾക്ക് സുരക്ഷിത തുറമുഖമാണ്. വിവാഹ ജീവിതത്തിൽ വഴികാട്ടിയും മാർഗ നേതാവുമാണ്. സ്നേഹത്തിൻ്റെ അടിസ്ഥാനമാണ്. അടിമത്വത്തിൻ്റെ ആശ്വാസവും ആനന്ദവും അങ്ങുതന്നെ. സ്വാതന്ത്ര്യവും അങ്ങുവഴി പ്രവാചകന്മാർ പുണ്യത്തിൽ വളർന്നു. അപ്പോസ്തലന്മാർ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരുന്നു. രക്തസാക്ഷികളുടെ കിരീടവും മാതാവും അങ്ങാണ്. വിശ്വാസത്തിൻ്റെ താങ്ങും പ്രത്യാശയും ഫലവും സ്നേഹത്തിൻ്റെ മിത്രവും അങ്ങുതന്നെ. തീക്ഷ്ണവും സംഭവ ബഹുലമായ ഈ വിശുദ്ധന്റെ ജീവിതം 380 ഏപ്രിൽ 12 സമാപിച്ചു. വിശുദ്ധ സെനോ മെത്രാനെ ഞങ്ങൾക്കു വേണ്ടിയും തിരുസഭാ മക്കൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.